ഓം ശാന്തി. 28/11/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. അന്ന് ബാബ എങ്ങനെയാണ് ബാബ്ദാദയുടെയും ഈശ്വരീയ കുടുംബത്തിൻ്റെയും സ്നേഹി സഹയോഗിയാകാൻ കഴിയുന്നത്, അതിനെക്കുറിച്ചാണ് നമുക്ക് വളരെ സ്പഷ്ടമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. ജോ സഹയോഗി ഹോങ്കി ഉൻകി പറക്ക് ക്യാ ഹോങ്കി. ആരാണോ സഹയോഗിയായിട്ടുള്ളത് അവരെ എങ്ങനെ തിരിച്ചറിയാം? വഹ് പരിവാർ और बाप दादा के विचारों और जो कर्म होते हैं उनमें एक दो के समीप होंगे. അവർ പരിവാരത്തിൻ്റെയും ബാപ്ദാദയുടെയും വിചാരങ്ങൾ, അതുപോലെ ഏത് കർമ്മമാണോ അവർ ചെയ്യുന്നത്, ഉന്മേ ഏക് ദോ കെ സമീപ് ഹോങ്കി, വളരെ സമീപതയുണ്ടാവും അവരുടെ കർമ്മങ്ങളിലും വിചാരങ്ങളിലും. ഏക് ദോ കെ മത് കെ സമീപ് ആത്തെ ജായെങ്കിൽ तो फिर മതഭേദ കദം ഹോ ജായേഗ. ബാബയുടെ സഹയോഗി അല്ലെങ്കിൽ പരിവാരത്തിൻ്റെ സ്നേഹി സഹയോഗി എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത അല്ലെങ്കിൽ വിശേഷത ഇതായിരിക്കും, അവരുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും ഏതാണ്ട് ഒരേപോലെയായിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ട് ഒരിക്കലും പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയില്ല. ഏക് തോ മദദ്ഗാർ और വഫാദാർ ഉസ്കാ തരീക്ക ഭി ബതായ. അതായത് ഒന്ന് സഹയോഗി, അതേപോലെ വിശ്വസ്തര്, അതിൻ്റെയും രീതി ബാബ കേൾപ്പിച്ചു. दूसरी बात ये है कि जो भी संपूर्ण समर्पण होते हैं उनको अपना तन मन धन और समय यह चारों चीज़ें कहाँ लगानी चाहिए. രണ്ടാമത്തെ കാര്യം ഇതാണ്, ആരാണോ സമ്പൂർണ്ണ സമർപ്പണമാകുന്നത് അവരുടെ ശരീരവും മനസ്സും ധനവും സമയവും ഈ 4 കാര്യങ്ങളും എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? യഹ് തോ ജരൂർ ഹേ കി प्रवृत्ति मार्ग तरफ ही ध्यान देना है, लेकिन यह जो चारों चीज़ें देते हो उसके लिए आपके मन में जजमेंट ठीक है कि हम यथार्थ रीति प्रयोग कर रहे हैं. അതായത് കുടുംബത്തിൻ്റെ ഭാഗത്തേക്കും ശ്രദ്ധ കൊടുക്കണം, അത് ശരി തന്നെയാണ്. എന്നാൽ ഈ 4 കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ശരിയായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലാണ്. അതായത് ശരീരവും മനസ്സും ധനവും സമയവും ഈ 4 കാര്യങ്ങളും വേണ്ടത്ര ഞാൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. സമ്പൂർണ്ണ സമർപ്പൺ ആത്മാക്കോ जो सचमुच तन मन धन और समय देना चाहिए इस प्रमाण दे रहे हैं. സമ്പൂർണ്ണ സമർപ്പണമായ ഒരു ആത്മാവ് ശരിയായ രീതിയിൽ നോക്കുമ്പോൾ ശരീരവും മനസ്സും ധനവും സമയവും എത്രമാത്രം കൊടുക്കണോ അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണോ, അതിനനുസരിച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. യഹ് പോത്താമേൽ ഭി നിക്കാലോ കി तन मन धन और समय का प्रयोग कहाँ करते हैं. നിങ്ങൾ ഇതും കൂടി ചെക്ക് ചെയ്യണം, ഈ കണക്കും കൂടി എടുക്കണം. ശരീരവും മനസ്സും ധനവും അതുപോലെ സമയത്തിൻ്റെ പ്രയോഗവും ഞാൻ എവിടെയാണ് കൂടുതൽ ചെയ്യുന്നത്? ജൈസെ അപ്പനെ ഘർ കാ പോത്താമേൽ രഖ്തേ ഹോ വൈസെ ജോ സമ്പൂർണ്ണ സമർപ്പൺ ഹുയേ ഹേ ഉനോങ്കോ യഹ് ഭി പോത്താമേൽ നിക്കാൽനാ ചാഹിയെ. അപ്പം ഏതുപോലെ തൻ്റെ വീട്ടിലെ ഓരോ കാര്യത്തിനും കണക്ക് വയ്ക്കുന്നുണ്ടല്ലോ, അതേപോലെ സമ്പൂർണ്ണ സമർപ്പണമായവർ ഈ കണക്കും ശരിയായ രീതിയിൽ വയ്ക്കണം. അതായത് എൻ്റെ ശരീരവും മനസ്സും ധനവും സമയവും ഞാൻ വേണ്ടത്ര രീതിയിൽ ബാപ്ദാദയുടെ കാര്യത്തിന് ചെലവഴിക്കുന്നുണ്ടോ, ഞാൻ ഏത് കാര്യത്തിനാണ് ഇത് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കുട്ടികൾ ചെക്ക് ചെയ്യേണ്ടതും നോട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. തനുഭി കഹാം ഔർ കൈസേ ലഗായ. ശരീരവും എവിടെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? യഹ് ഷോർട്ട് മേ ലിഖ്നാ ഹെ ലേക്കിൻ സ്പഷ്ട്. ഇത് വളരെ ഷോർട്ടായിട്ട് എഴുതണം, എന്നാൽ സ്പഷ്ടവുമായിരിക്കണം. क्योंकि डिटेल भी होता है परंतु स्पष्ट नहीं होता है.
ബാബ പറയണ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതുന്നുണ്ടെന്ന്, പക്ഷേ സ്പഷ്ടമാകുന്നില്ല. അപ്പം ബാബ പറയണ ഷോർട്ടായിട്ട് എഴുതണം, പക്ഷേ സ്പഷ്ടമായിരിക്കണം. इसलिए शॉर्ट भी हो और स्पष्ट भी हो. जितना जितना शॉर्ट और स्पष्ट लिख सकेंगे उतना आंतरिक स्थिति भी स्पष्ट और क्लियर होंगी. എത്രമാത്രം ഷോർട്ടായിട്ടും സ്പഷ്ടമായിട്ടും എഴുതുന്നു അത്രയും ആന്തരികമായ സ്ഥിതിയും സ്പഷ്ടവും ക്ലിയറും ആയിരിക്കും. संकल्प को शॉर्ट करेंगे तो समाचार भी शॉर्ट होगा और पुरुषार्थ की लाइन क्लियर होगी तो समाचार भी स्पष्ट होगा. എത്രമാത്രം സങ്കല്പത്തെ ചുരുക്കുന്നു അത്രയും സമാചാരവും ചുരുക്കത്തിൽ വരും. പുരുഷാർത്ഥത്തിൻ്റെ ലൈനും ക്ലിയറാകും. അങ്ങനെയാകുമ്പോൾ സമാചാരം സ്പഷ്ടമാകും. അതായത് ബാബയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അല്ലെങ്കിൽ സമാചാരം അത് സ്പഷ്ടമാകുന്നില്ല എന്നാണ് ബാബ പറയുന്നത്. കാരണം സങ്കല്പങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കല്പങ്ങളെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ സമാചാരവും ഷോർട്ടാകും, പുരുഷാർത്ഥത്തിൻ്റെ ലൈൻ ക്ലിയർ ആകുകയും ചെയ്യും. ഇസ്മേ സാരാ പോത്താമേൽ ആ ജായക. ഇതിൽ തൻ്റെ മുഴുവൻ കണക്കുകളും വരും. അതായത് ശരീരത്തിൻ്റെ ആയിരുന്നാലും മനസ്സിൻ്റേതായിരുന്നാലും ധനത്തിൻ്റേതായിരുന്നാലും സമയത്തിൻ്റേതായിരുന്നാലും മുഴുവൻ കണക്കുകളും ഇതിൽ സ്പഷ്ടമാകും. तीसरी बात यह याद रखने हैं कि मनसा वाचा कर्मणा जो कुछ भी अब तक पुरुषार्थ की कमी के कारण चलता रहा उसको बुद्धि से बिल्कुल ही भूल जाओ, जैसा कि अब नया जन्म लिया है. പിന്നെ മൂന്നാമത്തെ കാര്യം ഇത് ഓർമ്മയിൽ വയ്ക്കണം. മനസ്സ വാച കർമ്മണ എന്തെല്ലാം ഇതുവരെ പുരുഷാർത്ഥത്തിൻ്റെ കുറവ് കാരണം നടന്നു വന്നു അതിനെ ബുദ്ധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മറക്കും. ഏതുപോലെ ഇപ്പോൾ ഒരു പുതിയ ജന്മം എടുത്തിരിക്കുകയാണ്, അങ്ങനെ ഫീൽ ചെയ്യണം എന്ന് ബാബ പറയുകയാണ്. അതായത് നമുക്ക് പലപ്പോഴും ചിന്ത വരുമല്ലോ, അയ്യോ എൻ്റെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു പോയി, എൻ്റെ വാക്കുകൾ പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിൽ എവിടെയൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതെൻ്റെ കുറവാണല്ലോ, അതെൻ്റെ പുരുഷാർത്ഥത്തിൽ വന്നിട്ടുള്ള കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിട്ട് ഇനി കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അതായത് എന്തെല്ലാം നിങ്ങൾ കുറവുകൾ ഈ രീതിയിൽ വന്നിട്ടുണ്ടോ അതിനെ നിങ്ങൾ അങ്ങനെ മറക്കണം, ഏതുപോലെ ഒരു പുതിയ ജന്മം എടുത്തതുപോലെ തോന്നണം. पुरुषार्थ में जो बातें कमजोरी की हैं वह सभी यहाँ ही छोड़कर जानी है. പുരുഷാർത്ഥത്തിൽ ഏതെല്ലാമാണോ നിങ്ങളുടെ കംജോരികൾ അഥവാ കുറവുകൾ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. फिर पत्रों में यह नहीं आना चाहिए कि पिछले संस्कारों के कारण यह हो गया. അവിടെ പോയി ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ കത്തൊന്നും എഴുതാൻ പാടില്ല എന്ന് ബാബയ്ക്ക്, എൻ്റെ പഴയ സംസ്കാരം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. जबकि संपूर्ण समर्पण हो गए तो ऐसे ही सोचना कि दान दी हुई चीज़ है जिसको अगर फिर स्वीकार करेंगे तो उसका परिणाम क्या होगा. അപ്പം ബാബു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പണമായി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ദാനം തന്നിരിക്കുന്ന വസ്തു ജിസ്കോ അഗർ ഫിർ സ്വീകാർ കരേങ്കെ തോ, ബാബയ്ക്ക് ദാനമായി കൊടുത്തിരിക്കുന്നതിനെ വീണ്ടും സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. അങ്ങനെ പഴയ സംസ്കാരങ്ങളായിരുന്നാലും എല്ലാം നമ്മൾ ബാബയ്ക്ക് ദാനം കൊടുത്തതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസ്കാരത്തിന് അധീനമായിട്ട് തെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബാബയ്ക്ക് കത്തെഴുതുകയാണ്, എൻ്റെ പഴയ സംസ്കാരങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ് ബാബ എന്ന്. അപ്പം ബാബ പറയുകയാണ്, നിങ്ങൾ സമ്പൂർണ്ണ സമർപ്പണമായവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ബാബയ്ക്ക് കൊടുത്തിരിക്കുന്ന വസ്തുവിനെ തിരികെ എടുക്കുകയാണ്, നിങ്ങൾ വീണ്ടും സ്വീകരിക്കുകയാണ്, അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത്. യഹ് സ്മൃതി രഖ്നെ സേ ചാരോ ബാത്തേം ചേഞ്ച് ഹോ ജായെങ്കി. ഇത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുന്നതിലൂടെ 4 കാര്യങ്ങളിലും ചേഞ്ച് വരും. മുഖ് സേ കബി ഐസേ ബോൽ നഹി നിക്കൽനെ ചാഹിയേ. മുഖത്തിൽ നിന്നൊരിക്കലും അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരാൻ പാടില്ല. സമസ്യയെ സാമനെ ക്യോ ആത്തി ഹൈ. പ്രശ്നങ്ങൾ മുന്നിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ക്യോങ്കി ജ്ഞാൻ കി കൈ ബാത്തേ ഉലട്ടേ രൂപമേ അന്തർമേ ധാരൻ കർ ലീ ഹൈ. കാരണം ജ്ഞാനത്തിൻ്റെ പല കാര്യങ്ങളും
വിപരീതമായ രൂപത്തിൽ, അതായത് ബാബ ഏത് അർത്ഥത്തിലാണോ അത് പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥത്തിലെടുക്കാതെ വേറൊരു അർത്ഥത്തിൽ ഉള്ളിൽ ധാരണ ചെയ്ത് വെച്ചിട്ടുണ്ട്. कोई भूल होंगी तो कहेंगे कि संपूर्ण तो बने नहीं हैं, अभी तो समय पड़ा है, പുരുഷാർത്ഥി है. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ ഉടനെ പറയും, ഞാനിപ്പോൾ സമ്പൂർണ്ണമൊന്നും ആയിട്ടില്ലല്ലോ, സമയം ഇനി ഒരുപാടുണ്ടല്ലോ, ഞാൻ വെറും പുരുഷാർത്ഥിയല്ലേ ഇപ്പോൾ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ രീതിയിൽ തെറ്റായ ധാരണയിൽ തെറ്റായിട്ട് പുരുഷാർത്ഥത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി ബാബയോട് പറയാറുണ്ട്. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത്, ജ്ഞാനത്തെ ശരിയായ രീതിയിലല്ല ഉള്ളിൽ ധാരണ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ്. അതായത് പുരുഷാർത്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നും കൂടി മനസ്സിലാക്കണമെന്ന്. പുരുഷാർത്ഥിക്കോ ഭൂലേം കർണേക്ക് ചുട്ടി നഹി ഹേ. പുരുഷാർത്ഥികൾക്ക് തെറ്റ് ചെയ്യുന്നതിനുള്ള അനുവാദമൊന്നുമില്ല. ഞാൻ സമ്പൂർണ്ണമൊന്നും ആയിട്ടില്ലല്ലോ, ഇനി ഒരുപാട് സമയമൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ വെറും പുരുഷാർത്ഥിയല്ലേ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ബാബ പറയുകയാണ്, പുരുഷാർത്ഥികൾക്ക് തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അനുവാദം ബാബ തന്നിട്ടില്ല. ലേക്കിൻ ആജിക്കൽ ഐസേ സമച്ച് ബൈഠേ ഹേ കി പുരുഷാർത്ഥി അർത്ഥാത്ത് ഭൂലേ മാഫ് ഹേ. എന്നാൽ ഈയിടെയായിട്ട് എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, പുരുഷാർത്ഥികൾക്ക് തെറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അവർക്ക് മാപ്പ് കിട്ടും എന്നാണ്. യേ ഐസ കർത്താ ഹേ തോ ഹംകോ കർണ പഡ്താ ഹേ. ഇവരങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരികയാണ്. യഹ് ജ്ഞാനിക്ക് ബദലെ അജ്ഞാനി ഹോ ഗയ. ഇത് ജ്ഞാനിക്ക് പകരം അജ്ഞാനിയാകുകയാണ് ചെയ്യുന്നത്. അവരത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് കുട്ടികൾ ബാബയോട് പറയുകയാണ്. ബാബ പറയുകയാണ്, ഇത് നിങ്ങൾ എന്താ പറയുന്നത്, ജ്ഞാനിക്ക് പകരം നിങ്ങൾ അജ്ഞാനിയായി തീരുകയല്ലേ. യാദ് ക്യാ രഖ്നാ ഹെ. എപ്പോഴും ഓർമ്മയിൽ എന്താണ് വെക്കേണ്ടത്, ജോ കരേഗ സോ പായേഗ. ആരെന്ത് ചെയ്യുന്നു അവർക്കതിൻ്റെ ഫലം കിട്ടും. മേൻ ജോ കരൂങ്ക മുझे ദേഖ് അവർ കരേങ്കെ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ കണ്ട് എല്ലാവരും ചെയ്യും. उनको देख मुझे नहीं करना है, मैं ऐसा करूं जो मुझे देख और भी ऐसा करे, तो ये छोटी छोटी बातें उल्टे रूप में धारण कर ली हैं. അപ്പം ബാബ പറയാണ്, ഓർമ്മയിൽ എന്താണ് വെക്കേണ്ടത്, ഇതെന്ത് ചെയ്യുന്നു അതെനിക്ക് കിട്ടും. ജോ കരേഗ സോ പായേഗ. അത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ കണ്ട് മറ്റുള്ളവരും അങ്ങനെ ചെയ്യും, അതാണല്ലോ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടത്. എന്നാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉലട്ടാ രൂപത്തിലാണ് ബുദ്ധിയിൽ ധാരണ ചെയ്തിരിക്കുന്നത്. ജ്ഞാൻ കാ സഹി അഡ്വാൻറ്റേജ് ജോ ലേനാ ചാഹിയെ उसके बदले उलटे रूप से प्रयोग करने से पुरुषार्थ में कमजोरी आती है. അപ്പം ജ്ഞാനത്തിൻ്റെ അഡ്വാൻറ്റേജ് ശരിയായ രീതിയിൽ ലാഭം എടുക്കുന്നതിന് പകരം ഉലട്ടാ രൂപത്തിൽ പ്രയോഗിക്കുന്നത് കൊണ്ട് പുരുഷാർത്ഥത്തിൽ വീക്ക്നെസ് വരികയാണ്. പുരുഷാർത്ഥം താഴ്ന്നു പോവുകയാണ്, ഉയർന്ന രീതിയിൽ വരുന്നില്ല. കാരണം ബാബ തന്നിരിക്കുന്ന ജ്ഞാനം ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ അതിൻ്റെ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ശക്തിഹീനരാകുന്നത് എന്ന് ബാബ പറയാണ്. ये पुरुषार्थहीन की बातें हैं, लेकिन समझते हैं कि यही पुरुषार्थी जीवन है. ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷാർത്ഥഹീനമാണ്, പക്ഷേ മനസ്സിലാക്കുന്നത് ഇതുതന്നെയാണ് പുരുഷാർത്ഥി ജീവിതമെന്നാണ്. ബാബ പറയണൊക്കെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. इसलिए यह तो ज्ञान की पॉइंट्स अपने पुरुषार्थ की कमी को छिपाने के साधन बनाकर रखे हैं. അതായത് ജ്ഞാനത്തിൻ്റെ പോയിൻ്റ് തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ കുറവിനെ മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി കുട്ടികൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം മറച്ചു വയ്ക്കുന്നതിനുള്ളൊരു മാർഗമാണ്, അതായത് പുരുഷാർത്ഥി ജീവിതം എന്നാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇൻ സാധനവും കോ മിഠാവും. ബാബറ ഇതിനെയൊക്കെ നിങ്ങൾ മാറ്റൂ, തോ സബി സമസ്യായെ ആപ്പേ ഹി ഖതം ഹോ ജായെങ്കി. എല്ലാ പ്രശ്നങ്ങളും സ്വയം തന്നെ ഇല്ലാതായിക്കോളും. ചാർ ശക്തിയും കോ ധാരൺ കർണ ഹെ. 4 ശക്തികളെ കുട്ടികൾ ധാരണ ചെയ്യണം. है तो एक ही ईश्वरीय शक्ति, लेकिन स्पष्ट करने के लिए कहा जाता है.
ബാബറാണ് ശരിക്കും ഉള്ളത് ഒരേ ഒരു ഈശ്വരീയ ശക്തിയാണ് ജീവിതത്തിൽ ധാരണ ചെയ്യാൻ. പക്ഷേ അതൊന്നും കൂടെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ബാബ അത് 4 ശക്തികളുടെ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഒന്ന്, സಮೇटने की शक्ति अर्थात शॉर्ट करने की शक्ति. 2, समाने की शक्ति. 3, सहन करने की शक्ति. 4, सामना करने की शक्ति. അപ്പോൾ ജീവിതത്തിൽ വേണ്ട മുഖ്യമായിട്ടുള്ള 4 ശക്തികളെക്കുറിച്ച് ബാബു പറയുകയാണ്. ഒന്ന്, ഏകീകരിക്കുന്നതിനുള്ള അർത്ഥം ഷോർട്ടാക്കുന്നതിനുള്ള ശക്തി. രണ്ടാമത്തേത് ഉൾക്കൊള്ളുന്നതിനുള്ള ശക്തി. മൂന്നാമത്തേത് സഹിക്കുന്നതിനുള്ള ശക്തി. നാലാമത്തേത് നേരിടുന്നതിനുള്ള ശക്തി. ലേക്കിൻ കിസ്കാ സാമന കർണ ഹൈ, എന്നാൽ എന്തിനെയാണ് നേരിടേണ്ടത്? ബാപ്ദാദാ വ ദേവി പരിവാർക്കാ നഹി, ബാപ്ദാദയെ നേരിടുകയല്ല വേണ്ടത്, ദേവി പരിവാരത്തെ നേരിടുകയല്ല വേണ്ടത്. മായാക്കി ശക്തി കാ സാമന കർണേക്ക് ശക്തി, മായയുടെ ശക്തിയെ നേരിടുന്നതിനുള്ള ശക്തി. അപ്പോൾ 4 ശക്തികളെക്കുറിച്ച് ബാബു പറഞ്ഞു. അതായത് കാര്യങ്ങളെ ഷോർട്ടാക്കുന്നതിനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതാക്കുക ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാബു പറയുന്നത് എത്ര വലിയ കാര്യമാണെങ്കിലും അതിനെ ചെറുതാക്കാൻ പഠിക്കൂ. രണ്ടാമത്തേത് പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കൂ, ഉൾക്കൊള്ളാൻ പഠിക്കൂ. മൂന്നാമത്തേത് സഹിക്കാൻ പഠിക്കൂ. ഏത് കാര്യമാണ് നേരിടേണ്ടത്, മായയുടെ പ്രശ്നത്തെ അല്ലെങ്കിൽ മായയുടെ ശക്തി, അതിനെ നേരിടാൻ പഠിക്കൂ. ഇങ്ങനെ ഈ 4 ശക്തികളും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ പുരുഷാർത്ഥി ജീവിതം വളരെ സഫലമാകും, സന്തോഷകരമായി തീരും എന്ന് ബാബ പറയുകയാണ്. ये चारों शक्तियाँ धारण करेंगे तो संपूर्ण समर्पण को अविनाशी कायम रख सकेंगे. ഈ 4 ശക്തികളെയും ധാരണ ചെയ്യുകയാണെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തെ അവിനാശിയായി നിലനിർത്താം. ജൈസെ कहते हैं ना कि एक तो शॉर्ट करो और शॉर्ट करो, यह करना है, यह सोचना है, यह नहीं, यह बनना है, यह नहीं. यह चारों शक्तियाँ धारण करेंगे तो संपूर्ण समर्पण को अविनाशी कायम रख सकेंगे. ഈ 4 ശക്തികളെയും ധാരണ ചെയ്യുകയാണെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തെ അവിനാശിയായി നിലനിർത്താം. ജൈസെ कहते हैं ना कि एक तो ഷോർട്ട് കറോ ഔർ ഷോർട്ട് കറോ. അതായത് സാധാരണ പറയാറുണ്ട്, അതായത് ഒന്ന് ചെറുതാക്കൂ, പിന്നെ മറ്റൊന്ന് വേർതിരിക്കൂ. യഹ് കർണ ഹെ, യഹ് സോച്ന ഹെ, യഹ് നഹി. അതായത് ഇത് ചെയ്യണം, ഇത് ചിന്തിക്കണം, അങ്ങനെയല്ല. യഹ് ബനന ഹെ, ഇങ്ങനെ ആകണം. ഷോർട്ട് കർത്തേ ജാओ, അങ്ങനെ ചെറുതാക്കൂ. അതായത് കാര്യങ്ങൾ കൂടുതൽ വിസ്താരത്തിലേക്ക് വരാതെ ബാബു പറയുകയാണ്, കഴിയുന്നത്ര ചെറുതാക്കി കൊണ്ടുവരൂ. അവർ ജിത്തന ഹോ സക്കെ ഷോർട്ട് കരും, എത്രമാത്രം സാധിക്കുന്നു അതിനെ ഷോർട്ട് ചെയ്യും. जो 10 शब्द बोलने हैं उनको शॉर्ट कर 2 शब्द में रहस्य बताओ. അപ്പം 10 ശബ്ദം പറയേണ്ടടുത്ത് ആലോചിച്ചിട്ട് 2 ശബ്ദത്തിൽ അതിൻ്റെ രഹസ്യം പറയാൻ പഠിക്കും. तो ऐसे शॉर्ट करते करते बिल्कुल शॉर्ट हो जाएगा. ബാബറിന് അങ്ങനെ നിങ്ങൾ ഷോർട്ടാക്കിയാക്കി ചെറുതാക്കിയാക്കി അങ്ങനെ ഷോർട്ടായിക്കോളും, പതുക്കെ പതുക്കെ ചെറുതാവും. ഐസാ പുരുഷാർത്ഥ് ഇസ് ഭട്ടിക്ക് പശ്ചാത്ത് കർണ ഹെ. അപ്പം ബാബു പറയുന്ന അങ്ങനെയുള്ള പുരുഷാർത്ഥമാണ് ഈ ഭട്ടിക്ക് ശേഷം കുട്ടികൾ ചെയ്യേണ്ടത്. एक बात यह भी याद रखना कि जैसे बाप दादा ने आप सभी बच्चों को सृष्टि के सामने प्रत्यक्ष किया है, तो अब आप बच्चों का भी काम है कि हर कर्तव्य से, हर बात से बाप दादा को अनेक आत्माओं के आगे प्रत्यक्ष करना है. അപ്പം ബാബ പറയണം, ഒരു കാര്യം കൂടി കുട്ടികൾ ഓർമ്മ വയ്ക്കണം. അതായത് ഏതുപോലെ ബാപ്ദാദ കുട്ടികളാകുന്ന നിങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാക്കി, അതേപോലെ ബാപ്ദാദയും കുട്ടികൾ ഓരോരോ കർത്തവ്യത്തിലൂടെ ഓരോ കാര്യത്തിലൂടെയും അനേക ആത്മാക്കളുടെ മുന്നിൽ ബാപ്ദാദയെ പ്രത്യക്ഷമാക്കണം. ബാബ പറയണം, ഞാൻ എൻ്റെ മക്കളെ ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാക്കി. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ കർത്തവ്യത്തിലൂടെയും ബാപ്ദാദയെ അനേകം ആത്മാക്കളുടെ മുന്നിൽ പ്രത്യക്ഷമാക്കണം.
വഹ് ഹേ ആപ്ക കർത്തവ്യ, അതാണ് നിങ്ങളുടെ കർത്തവ്യം. यह भी अपना चार्ट देखो कि अब तक हमने बाप का संदेश तो दिया, लेकिन उस संदेश से आत्माओं के अंदर बाप दादा के स्नेह और संबंध को प्रत्यक्ष किया. ബാബ പറഞ്ഞു, ഈ ചാർട്ടാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ടത്. ഇതുവരെയും നിങ്ങൾ ബാബയുടെ സന്ദേശം എല്ലാവർക്കും കൊടുത്തു. എന്നാൽ ആ സന്ദേശത്തിലൂടെ ആത്മാക്കളുടെ ഉള്ളിൽ ബാബ്ദാദയുടെ സ്നേഹവും സംബന്ധവും പ്രത്യക്ഷമാക്കിയോ? നമ്മൾ സന്ദേശം കൊടുക്കാറുണ്ട് ബാബയുടെ എല്ലാവർക്കും. പക്ഷേ ബാബ ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ബാബയ്ക്ക് എത്ര സ്നേഹമാണ് തൻ്റെ മക്കളോട്, ആത്മാക്കളോടുള്ളത്. അതുപോലെ അച്ഛനാണ് അത്, നമ്മൾ മക്കളാണ്. ആ ബന്ധം അവർ ഉറപ്പിച്ചോ? അവർക്കത് മനസ്സിലാക്കി കൊടുത്തോ? അതോ വേറെ സന്ദേശം കൊടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഈ ചാർട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നെഹി തോ വഹ് സർവീസ് ക്യാ രഹി. ബാബ ചോദിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സർവീസാണ് നിങ്ങൾ ചെയ്തത്? അതൊരു സർവീസ് നെഹി കർണി, പകുതി സർവീസ് ചെയ്യേണ്ട. ഇപ്പോൾ ബാബയുടെ സേവനത്തോടുള്ള ആ ഡയറക്ഷൻ, ബാബ എങ്ങനെയുള്ള സേവനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതായത് വെറും സന്ദേശം കൊടുത്ത് നമ്മൾ പോവുക മാത്രമല്ല, അതെൻ്റെ അച്ഛനാണ്, ആ അച്ഛൻ എന്നോട് എത്ര സ്നേഹമുണ്ട്, ആ അച്ഛൻ എനിക്കെന്ത് പ്രാപ്തിയാണ് തരാൻ വേണ്ടിയാണ് വന്നത്, ഈ ഒരു കാര്യവും കൂടി ആത്മാക്കൾ ഉറപ്പിക്കണം, അവരെല്ലാം നിശ്ചയം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ബാബ ആഗ്രഹിക്കുന്നത്. അല്ല എങ്കിൽ അത് സേവനമല്ല, അത് പകുതി സേവനമാണെന്നാണ് ബാബ പറയുന്നത്. अभी संपूर्ण समर्पण हुए हो तो സർവീസ് भी संपूर्ण करनी. ഇപ്പം നിങ്ങൾ സമ്പൂർണ്ണ സമർപ്പണമായെങ്കിൽ സേവനവും സമ്പൂർണ്ണമായിട്ട് ചെയ്യണം, പകുതി സേവനം ചെയ്താൽ പോരാ. इसलिए हर एक को यह भी चेक करना है कि आज मैंने मनसा वाचा कर्मणा कितनी आत्माओं के अंदर बाप दादा के स्नेह और संबंध को कहाँ तक प्रत्यक्ष किया है. അതുകൊണ്ട് ഓരോരുത്തരും ഇതുകൂടി ചെക്ക് ചെയ്യണം. ഇന്ന് ഞാൻ മനസാ വാച കർമ്മണ എത്ര ആത്മാക്കളുടെ ഉള്ളിൽ ബാപ്ദാദയുടെ സ്നേഹത്തിൻ്റെയും സംബന്ധത്തിൻ്റെയും പ്രത്യക്ഷത എവിടം വരെ കൊണ്ടുവന്നു. ബാപ്ദാദയുടെ സ്നേഹവും അതേപോലെ ബന്ധവും ഓരോ ആത്മാവിലും എവിടം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും കൂടി കുട്ടികൾ ചെക്ക് ചെയ്യണം. ഞാൻ മനസ്സാ വാച കർമ്മണ സേവനം ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ എത്രമാത്രം ഈ ഒരു ബന്ധത്തിൽ ആത്മാക്കളെ കൊണ്ടുവന്നു അതും കൂടി ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. സിർഫ് സന്ദേശ് ദേന സർവീസ് നെഹി, വെറും സന്ദേശം കൊടുക്കുക സേവനമല്ല. സന്ദേശ് ദേന അർത്ഥാത് ഉൻകോ അപ്പനെ സംബന്ധി ബനാന. സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തൻ്റെ സംബന്ധിയാക്കുക എന്നാണ്. अपना संबंधी बनाना अर्थात शिववंशी ब्रह्मा कुमार ब्रह्मा कुमारी बनाना. തൻ്റെ സംബന്ധിയാക്കുക അർത്ഥം ശിവവംശി ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിയാക്കുക. യഹ് ഹേ അപ്പന സംബന്ധി ബനാന, ഇതാണ് തൻ്റെ സംബന്ധിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അപ്പന സംബന്ധി തബ് ബനായെങ്കിൽ ജബ് ഉൻകോ സ്നേഹി ബനായെങ്കിൽ. തൻ്റെ സംബന്ധി അപ്പോഴേ ആക്കുകയുള്ളൂ എപ്പോഴാണോ അവരെ സ്നേഹിയാക്കുന്നത്. സ്നേഹി ബന്നേസെ സംബന്ധി ബൻ ജായെങ്കിൽ. സ്നേഹിയാകുമ്പോൾ പിന്നെ അവർ ബന്ധുവായി തീരുമല്ലോ. ബാബ നമ്മൾ സംബന്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിയാക്കണം. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെ ബന്ധമുണ്ടാവും. സിർഫ് സന്ദേശ് ദേനാത്തോ ചീട്ടി മാർഗക്കി സർവീസ്. വെറും സേവനം, സന്ദേശം കൊടുക്കുക എന്നുള്ളത് ഉറുമ്പ് മാർഗത്തിൻ്റെ സേവനമാണ്. യഹ് വിഹംഗ് മാർഗ് കി സർവീസ്. അപ്പോൾ ബാബ ഉദ്ദേശിക്കുന്നത്, അതായത് ബാബയുടെ സ്നേഹവും അതേപോലെ സംബന്ധവും ഓരോ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വളരെ വിശാലമായിട്ടുള്ള സേവനം. दुनिया के अंदर यह आवाज़ फैलाओ कि बाप दादा अपने कर्तव्य को कैसे गुप्त वेश में कर रहे हैं. ലോകത്തിനുള്ളിൽ ഈ സന്ദേശം വ്യാപിപ്പിക്കൂ. ബാപ്ദാദ എങ്ങനെയാണ് തൻ്റെ കർത്തവ്യത്തെ ഗുപ്തവേഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഈ ലോകത്ത് തൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഗുപ്തമായ രീതിയിലാണ്, ഗുപ്തവേഷത്തിലാണ്. അത് ലോകത്തുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
അതാണ് സേവനം എന്ന് ബാബ പറയുകയാണ്. ഉൻകോ ഈസ് സ്നേഹ സംബന്ധമേ ലാവോ, അവരെ ഈ സ്നേഹ സംബന്ധത്തിൽ കൊണ്ടുവരൂ. ഹൈ തോ സബി ആപ്കെ സംബന്ധിന്, എല്ലാവരും നിങ്ങളുടെ സംബന്ധികളാണ്, ബന്ധങ്ങളാണ്. തോ സംബന്ധിയോങ്കോ അപ്പന സംബന്ധി യാദ് ദിലാവോ, ബന്ധുക്കൾക്ക് തൻ്റെ ബന്ധം ഓർമ്മിപ്പിക്കാൻ, നമ്മളൊരച്ഛൻ്റെ മക്കളാണ്, പരസ്പരം സഹോദരങ്ങളാണ്, നമ്മളൊരു വീട്ടിലെ അംഗങ്ങളാണ്, അക്കാര്യം അവരെ ഓർമ്മിപ്പിക്കൂ എന്ന് ബാബ പറയുകയാണ്. ബിച്ചുടി ആത്മാവുങ്കോ സ്നേഹി ബനാവോ, വേർപെട്ടുപോയ ആത്മാക്കളെ സ്നേഹികളാക്കൂ. अभी सर्विस का गुप्त रूप चल रहा है, प्रत्यक्ष रूप नहीं चल रहा है. ഇപ്പോൾ സേവനത്തിൻ്റെ ഗുപ്തരൂപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യക്ഷ രൂപമല്ല. അതായത് ആരുടെ സേവനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആരാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് ഇതുവരെയും ബോധ്യമായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഗുപ്തവേഷത്തിലാണ്, ഗുപ്ത രീതിയിലാണ് ഇപ്പോൾ സേവനം നടക്കുന്നത്, പ്രത്യക്ഷത്തിലല്ല. അപ്പോൾ ബാബ എങ്ങനെയുള്ള സേവനമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ആത്മാവിനും സന്ദേശം കൊടുത്താൽ മാത്രം പോരാ. അതായത് പരമാത്മാവുമായിട്ടുള്ള ഓരോ ആത്മാവിൻ്റെ ബന്ധവും, ആ പരമാത്മാവിന് ഓരോ ആത്മാവിനോട്, ഓരോ കുട്ടിയോടും, ഓരോ സന്താനത്തിനോടും എത്രമാത്രം ആഴമായ സ്നേഹമാണുള്ളത്, ആ കാര്യം കൂടി അവരെ ബോധ്യപ്പെടുത്തി ബാബയുടെ പ്രത്യക്ഷത നമുക്ക് കൊണ്ടുവരാം. ഓം ശാന്തി.